അങ്ങനെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം കുറിക്കായിരുന്നു കേട്ടാ. എൻ്റെ ചേട്ടൻ സ്വന്തമായിട്ടൊരു കട തുടങ്ങി. ഇത്രയും നാളും അച്ഛനും ചേട്ടനും കൂടെ ഒരൊറ്റ കടയിലിരുന്നാണ് കേട്ടാ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പോൾ രണ്ടാമത് പുതിയൊരു കട കൂടെ ഞങ്ങൾ എടുത്തിട്ട് ഇപ്പോൾ ചേട്ടൻ അങ്ങോട്ട് മാറുവാണ്. എന്താ പറയണ്ടേന്നറിയില്ല, എന്നാലും ഒരുപാട് സന്തോഷമൊക്കെ നിറഞ്ഞൊരു ദിവസമായിരുന്നു. അതിൻ്റെ തലേ ദിവസം തന്നെ അണ്ണന് വേണ്ട മേശയും എല്ലാ സാധനവുമായിട്ട് ഞാനും അമ്മയും കൂടെ കടയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും അണ്ണൻ്റെ കൂട്ടുകാരും ഞങ്ങളുടെ ആൾക്കാരും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം കടയുടെ ഫ്രണ്ടിൽ ഉദ്ഘാടനത്തിന് തൂക്കാൻ വേണ്ടിയുള്ള പൂവൊക്കെ അമ്മ തന്നെ കേട്ടാ മാലയിട്ട് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരൊക്കെ കടയൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പുതിയതായിട്ട് കുറേ സാധനങ്ങൾ സ്പെയർ പാർട്സ് ഒക്കെ വന്നിട്ടുള്ള കാരണം എല്ലാം അടുക്കിപ്പെറുക്കി വെക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ അണ്ണൻ്റെ കൂട്ടുകാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നേ. പിറ്റേ ദിവസം ഉദ്ഘാടനത്തിന് ഓരോരുത്തർ എത്തണേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും നേരം ഞങ്ങളെ കളിച്ച് രസിച്ചൊക്കെ ചിരിപ്പിച്ചതാ ഇവനാണ് കേട്ടാ ഞങ്ങളുടെ ഋതുക്കുട്ടൻ. 11:50 12 മണിക്കും ഇടക്കായിരുന്നു കേട്ടാ നമ്മുടെ ഉദ്ഘാടനത്തിൻ്റെ ആ ഒരു സമയം പറഞ്ഞേച്ചത്. അപ്പോൾ എല്ലാവരും ഓരോരോ ഒരുക്കങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. സമയം ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ സമയം പോകാൻ വേണ്ടി ഞങ്ങളെ സഹായിച്ചതാ ഈ രണ്ടെണ്ണമായിരുന്നു കേട്ടാ. അവരുടെ കളിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് സമയം എങ്ങനെ പോകുന്നു പോലും അറിയില്ല. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് വിളക്കൊക്കെ കത്തിച്ചു, ഉദ്ഘാടനം കഴിഞ്ഞു. അങ്ങനെ ഫസ്റ്റ് സൈക്കിൾ നമുക്ക് നന്നാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അണ്ണൻ ആ സൈക്കിൾ റിപ്പയർ ചെയ്ത് കൂടെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടാ. അങ്ങനെ വളരെ സന്തോഷത്തോടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ പുതിയൊരു തുടക്കം കുറിക്കുവാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ എൻ്റെ അണ്ണൻ്റെ കൂടെ വേണം. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.